ഇടത് നിരീക്ഷകൻ BN ഹസ്കർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹസ്കർ, എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? വലിയ ജനക്ഷേമ കരമാണ് ഈ ബജറ്റ് എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് ഇപ്പോൾ ഉല്ലാസ് ബാബു നമ്മോട് സംസാരിച്ചത്. മാത്രവുമല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചുവട് പറ്റിക്കൊണ്ടുള്ള ഒരു തനി ആവർത്തനം, ഒരു കോപ്പിയടി ഇവിടെ നടന്നിരിക്കുന്നു എന്നാണ്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് ഈ ബജറ്റിനെ വിശേഷിപ്പിച്ചത് ഒരു ഫെയർവെൽ ബജറ്റാണ്. അതായത് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനാ പ്രതിബദ്ധത മാത്രം നിറവേറ്റാനുള്ള ഒരു ബജറ്റ് എന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ബജറ്റിനെ ഇടതുപക്ഷം വിലയിരുത്തുന്നത്? നിലിമ, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പരമാവധി സാധ്യതകൾ നൽകുന്നതും ആ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റായി അദ്ദേഹം ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബഡ്ജറ്റിൽ കേരളത്തിന്റെ സ്വപ്നങ്ങൾ, കേരളത്തിന്റെ സാധ്യതകൾ, കേരളത്തിന്റെ വികസനത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ധനഞെരുക്കമാണ് എന്നിരിക്കെ ആ ധനഞെരുക്കത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിന്റെ അവലോകനം ചെയ്യുമ്പോൾ ആദ്യമായി നാം പരിശോധിക്കേണ്ടത്. ഒന്ന്, ഇതിൽ മനുഷ്യ വിഭവശേഷിയിൽ ആശ്രയിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും മനോഹാരിത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ഇപ്പോ നടപ്പിലാക്കപ്പെടാൻ പോകുന്ന, കേന്ദ്രം അവഗണിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും വിഴിഞ്ഞം പദ്ധതിക്കായി 1 രൂപ പോലും നീക്കിവെക്കാതിരുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ വിഴിഞ്ഞം പദ്ധതിയിൽ ആസൂത്രിതം, കാരണം കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ ആകമാനം ചിറകിലേറ്റാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും, എങ്ങനെ മനുഷ്യ വിഭവശേഷി അതിൽ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യബോധത്തോടുള്ള ഒരു സമീപനം അക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, കേന്ദ്രം അവഗണിച്ചിരുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട വയനാട് നിവാസികൾക്ക് 750 കോടി രൂപയുടെ 1ാം ഘട്ട പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് സമയബന്ധിതമായി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയാണ് ഈ ബജറ്റിലൂടെ KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ചെറിയ പ്രശ്നമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഡിവിസിബിൾ ടാക്സ് പൂളിൽ വന്നിട്ടുള്ള മാറ്റം, അത് ആ ഡിവിസിബിൾ ടാക്സ് പൂൾ 3.88 1.92 15ാം ധനകാര്യ കമ്മീഷൻ എത്തുമ്പോൾ വരുമ്പോൾ മാറ്റം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ ചെറിയ കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, നേരത്തെ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ കേരളം ഒരു പിന്നോക്ക സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടണം, എന്നാൽ മാത്രമേ ഡിവിസിബിൾ പൂളിൽ ഇൻകം വർദ്ധിക്കുകയുള്ളൂ. ആ സാഹചര്യത്തിലേക്ക് കേരളത്തെ മാറ്റണമെന്നുള്ളത് നമ്മൾ ഇന്ന് വരെ നേടിയെടുത്ത, കേരളത്തിലെ മലയാളികൾ ഓരോരുത്തരുടെ അധ്വാനത്തിന്റെ ഫലമായി ഇന്ന് വരെ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളുടെ നെറുകയിലാണ് ചുറ്റിക കൊണ്ട് അടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാം ഒരു പിന്നോക്ക സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് മുഖത്ത് നോക്കി പറയേണ്ടി വരുന്ന കേന്ദ്രത്തിനെതിരെ കൃത്യമായ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. തനത് നികുതി വരുമാനം വർധനവ് SOTR എന്ന് പറയുന്നത് 47,640 കോടിയിൽ നിന്ന് 81,000 കോടി രൂപയിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കേരളം എല്ലാ കാലത്തും നേരിട്ട പ്രതിസന്ധി. ഹസ്കർ, ഈ ഘട്ടത്തിൽ അല്പസമയം മുമ്പ് ഹൈക്കോടതിയിലുണ്ടായ ഒരു വയനാടുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ഈ സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കരുത് എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി പറഞ്ഞു വെക്കുകയാണ്. അത് വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ പറഞ്ഞത്. അതായത് എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ 10 വർഷമായി CPM എപ്പോഴും പറയുന്നതാണ്, LDF എപ്പോഴും പറയുന്നതാണ്, വലിയ കേന്ദ്ര അവഗണന നേരിടുന്നു. ഇന്ന് ഹൈക്കോടതി വയനാടിന്റെ കാര്യത്തിൽ എന്താണ് ചൂണ്ടിക്കാട്ടിയത്? കയ്യിലിരിക്കുന്ന 700 കോടി എടുത്ത് അങ്ങ് ചെലവാക്കൂ, ബാക്കി വരുന്നത് കേന്ദ്രത്തോട് ചോദിക്കൂ. ഈ സമീപനമല്ലേ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി അനുവർത്തിക്കുന്നത്? ഹൈക്കോടതി വളരെ കൃത്യമായ നിരീക്ഷണം അക്കാര്യത്തിൽ നടത്തിയിരിക്കുകയാണ്. ഇതിൽ കാണേണ്ടത് GST വരുമാനം സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിരുന്നു. ആ GST വരുമാനം കേന്ദ്രത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് തിരിച്ചു ലഭിക്കേണ്ട നഷ്ടപരിഹാരം 5 വർഷത്തിൽ നിന്ന് നീട്ടേണ്ടതിന്റെ സാഹചര്യം പല ആവർത്തി
GST കൗൺസിലടക്കം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചിട്ടും നിലവിൽ ആ GST നഷ്ടപരിഹാരം തരുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതൊരു വലിയ പ്രതിസന്ധി, 50,000 കോടി രൂപയുടെ പ്രതിസന്ധിയാണ് അതുമൂലം സംസ്ഥാനത്തിൽ ഓരോ വർഷം വരെ വരുന്നത്. ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭാവനാത്മകമായിട്ടുള്ള നടപടിയാണ്. ഇപ്പൊ കേന്ദ്രം തരേണ്ടത്, ഈ കേരളത്തിന് തരേണ്ടത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് തരേണ്ട പണമല്ല, കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ടുപോയ തുകയിൽ നിന്ന് ലഭിക്കേണ്ട തുകയാണ് കേരളം ചോദിക്കുന്നത്. കേരളത്തിന് തരേണ്ടതും കേരളത്തിന് അവകാശപ്പെട്ടതുമായിട്ടുള്ള തുക. നമുക്ക് എല്ലാ വീടുകളിലും ശൗചാലയം ഉണ്ടായതും എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായതും എല്ലാ താലൂക്കുകളിലും ആശുപത്രി ഉണ്ടായതും കേരളത്തിന്റെ കുറവാണോ? അത് കേരളത്തിന്റെ നേട്ടങ്ങളാണെന്നേ. ആ നേട്ടങ്ങളുടെ നിറയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രഹരമേൽപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? മറിച്ച് കേരളത്തിൽ ഇപ്പോ പറയുന്നു എയിംസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ചിരകാല അഭിലാഷമാണ്. എയിംസ് ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ച് നടപ്പാക്കേണ്ടതാണോ? എയിംസ് എത്ര ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്? പരിശോധിക്ക്. എയിംസ് കേന്ദ്ര ബഡ്ജറ്റുകളിൽ എത്ര എയിംസിനുള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകൂ എന്ന് എത്ര തവണയായി കേന്ദ്രം പറയുന്നു? ചെയ്തോ? സ്ഥലം ഏറ്റെടുക്കുന്നില്ല, പ്രഖ്യാപനം വരുമ്പോഴല്ലേ സ്ഥലത്തിന്റെ കാര്യത്തിൽ വരുന്നുള്ളൂ. അല്ല, സ്ഥലം ഏറ്റെടുത്ത് നൽകൂ എന്ന് ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രി അടക്കം വളരെ കൃത്യമായി പല ഘട്ടങ്ങളിൽ പറഞ്ഞ സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയോ നാളായി പറയുന്നു. പക്ഷേ സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തത് കൊണ്ടല്ലേ അതിൽ ഒരു തീരുമാനമാകാത്തത്.